രേണു കൊല്ലം സുധിയുടെ ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം കണ്ട ചില കാഴ്ചകളാണ്, അതായത് ഓൺലൈൻ മീഡിയാസിൽ കണ്ട ചില കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന രീതിയിൽ ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമെന്ന് സത്യമായിട്ട് തോന്നിപ്പോയേ. കാരണം അൺസഹിക്കബിൾ എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലുള്ള കാര്യങ്ങൾ. കാരണം ഇതൊരു എന്താ പറയാ, സുധിയുടെ ഓർമ്മ ദിനം, ആ ദിനമെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു രേണുവിനെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം രേണു പോലും അവിടെ ഇല്ല. സുധിയുടെ ഓർമ്മ ദിനമായിട്ടുള്ള ആ ദിവസം രേണു അവിടെ ഇല്ല, രേണു മറ്റെവിടെയോ ആണ്. എന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് അതില് രേണു കരയുന്ന ഒരു കാഴ്ച ഷൂട്ട് ചെയ്തിട്ട് ഓൺലൈൻ മീഡിയാസിൽ ഇട്ട് അത് നാട്ടുകാരെ കാണിപ്പിച്ച് ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പച്ച തെറി പോലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് ആർക്കാരും തോന്നും ഇത് എന്താണിത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോകൂടി. ശരിക്കും പറഞ്ഞാൽ രേണു എന്തോ ചെയ്യട്ടെ, എങ്ങനെയോ മുന്നോട്ട് പോട്ടെ എന്നതിന് ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഇല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും അത് കുറച്ചൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ വേണം. ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന സുധിയുടെ ഓർമ്മ ദിനമായിട്ടുള്ള ആ ദിവസമെങ്കിലും ഇങ്ങനെയുള്ള ചെയ്ത്തുകൾ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറയൊക്കെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ആ രീതിയിൽ കണ്ടാൽ പോലെ അതിന് ഈ ഓൺലൈൻ മീഡിയാസിന് ഇതിലും ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇതുപോലെ റീലൊക്കെ ആക്കി അത് പിന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടുകാരെ കാണിച്ച് നാട്ടുകാരെ നിന്ന് വീണ്ടും തെറിവിളി കേൾക്കുന്ന ഒരു കാര്യം എന്തിനാണ്? അതും സുധിയുടെ ആ ഒരു ദിവസം തന്നെ ഇതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തെറിവിളികൾ പല രീതിയിൽ കേൾക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊത്തിരി കൂടിപ്പോയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നോ ആർക്കും ഒരു പിടുത്തവും ഇല്ല. എന്നിട്ട് പറയും ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ല, അതാണ് ഇതാണ് ചക്കയാണ് മാങ്ങിയാണെന്നൊക്കെ തന്നെ. ഈ ബാക്കി എന്ത് കാര്യത്തിലോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരൊറ്റ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാൻ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് വരുത്തിക്കൊണ്ട് അത് ഷൂട്ട് ചെയ്യിപ്പിച്ച് അത് റീലാക്കി പിന്നെ അത് നാട്ടുകാരെ കാണിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യം, പ്രത്യേകിച്ച് അതിൽ ആ രേണു കരയുന്ന അതൊക്കെ എന്തിനാണ് അത് റീലാക്കി ഷൂട്ട് ചെയ്തുകൊണ്ട് അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും ഒരു ട്രോളിനുള്ള വകുപ്പൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ അറിയാനിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇവരൊന്നും അറിയാതെയോ അല്ലെങ്കിൽ മറ്റതോ മറിച്ചതോ ഒന്നും തന്നെ അല്ല. ഇതൊക്കെ ഇവർ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. അല്ലാതെ ഇവർക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ടുള്ള അവകാശം? ഇതൊക്കെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനെല്ലാം തന്നെയും ഇവർ തന്നെയാണ് വിളിച്ചു വരുത്തി ഇതൊക്കെ ഷൂട്ട് അനുവാദം കൊടുക്കുന്നതൊക്കെ തന്നെ ഈ പറയുന്ന രേണുവിന് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല അതാണ് ഇതാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ആ കാണിക്കുന്ന ആ ഒരു വീഡിയോ, അതായത് ആ ഒരു കരയുന്ന രീതിയിൽ കാണിക്കുന്ന ആ ഒരു വീഡിയോ പോലും അതുപോലും ഒരു ട്രോളായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ആ ഒരു സാഹചര്യത്തിൽ രേണു ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നും ശരിയെന്ന് പറയായിരുന്നു. ഇത് രേണു അവിടെ ഇല്ല. രേണുവിന് അത്രത്തോളം എന്താ പറയാ സുധിയോട് ആ ഒരു തരത്തിലുള്ള ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ രേണു ഈ പറയുന്ന മാതിരി അവിടെ ഉണ്ടാവണ്ടേ ശരിക്കും പറഞ്ഞാൽ? രേണു നാട്ടിലല്ലായിരുന്നോ? രേണു ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ, നാട്ടിലായിരുന്ന ഒരു വ്യക്തി ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു ദിവസം എന്ന് പറയുന്ന രേണുവിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവിടെ കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമല്ലേ? എന്നിട്ട് രേണു എവിടെയായിരുന്നു? എന്നിട്ട് ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നാട്ടുകാർ പറയുന്നതിന് എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആർക്കാരും തോന്നിപ്പോകൂടെ? ആരെയും തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയാസിനെങ്കിലും ഒന്ന് ഒഴിവാക്കാമായിരുന്നു. കാരണം സുധിയെ കൂടി പറയിപ്പിക്കുന്ന തരത്തിലോട്ടാണ് ഈ പറയുന്ന രീതിയിൽ രേണുവിന്റെ ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ എന്ന് എടുത്ത് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രേണുവിന്റെ അറിവോട് കൂടി തന്നെ ആയിരിക്കുമല്ലോ, രേണു അറിയാതെയൊന്നും തന്നെ ഒന്നും നടക്കത്തില്ല. രേണു തന്നെ ആയിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയസിനെയൊക്കെ വിളിക്കാം അതാണ് ഇതാണ് എന്നുള്ള തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറ്റുന്നത്. കാരണം രേണു എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇത് ചുറ്റിപ്പറ്റിയാണല്ലോ ഓൺലൈൻ മീഡിയാസ് എല്ലാവരും നടക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഇപ്പൊ കുറച്ച് എല്ലാ രീതിയിലും ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ആരും തന്നെ ആ ഒരു രീതിയിലൊന്നും റിയാക്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം രേണു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് കൂട്ടുവാണോ ശരിക്കും പറഞ്ഞാൽ? ഒന്ന് ഓവറായി പോയി എന്നുള്ളത് ആർക്കാരും തോന്നിപ്പോകണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒഴിവാക്കാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ.